അതന്നെ നമ്മളീ പോകുന്നത് ഒരു പോരാട്ടത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ്. എന്റെ നാട് തൃക്കരിപ്പൂരിലെ സമകാലിക സാമൂഹ്യ സാംസ്കാരിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ശബ്ദം വാട്സപ്പ് കൂട്ടായ്മയുടെ, അതായത് നമ്മളെ തൃക്കരിപ്പൂർ പഞ്ചായത്തിനകത്ത് ബീരിച്ചിരി അതുപോലെ തന്നെ വെള്ളാപ്പിന്റെയും ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെയധികം ആശിച്ചുകൊണ്ടിരിക്കുന്ന മേൽപ്പാലം വരുമോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിയാലോചന യോഗമാണ് ഇപ്പൊ നടക്കുന്നത്. ദുനിയാവ് മൊത്തം മേൽപ്പാലം എന്നാൽ എനക്കൊന്നുമില്ല, ഈ 2 ഗേറ്റിന് മേൽപ്പാലം വരുന്നു. നമ്മൾ ഗൾഫിലെ ആൾക്കാർ പണ്ടേ പറയുന്ന കാര്യമാണ്, 2 മാസത്തേക്ക് ലീവിൽ വന്നാൽ 1 മാസം ഈ ഗേറ്റിന് മുകളിൽ പോകുന്നു. ഈ ഗേറ്റ് അടച്ചതിന്റെ പേര് യഥാസമയം ഹോസ്പിറ്റലിൽ എത്താത്തതിന്റെ പേരിൽ മരിച്ച ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ കാറിനകത്ത് പ്രസവിച്ച സ്ത്രീകൾ വരെയുണ്ട്. ഈ ഗേറ്റ് അടച്ചതിന് മേലെ എത്രക്കാനും വണ്ടി ഉണ്ടെന്ന് പറയാം, അങ്ങനെ ക്യൂ നീണ്ടു പോയിട്ട് വഴിമുട്ടി നടക്കാൻ പോലും പ്രയാസകരമായ അവസ്ഥ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളാപ്പ് ഭാഗത്തേക്ക് വാഹനങ്ങളുടെ നീണ്ട ക്യൂ തന്നെ ഉണ്ടായിട്ടുണ്ട്. 1-2 വണ്ടിക്കെല്ലാം അടക്കുന്ന ഔട്ട് ഓഫ് ഫാഷൻ, ഇപ്പൊ 3-4 വണ്ടിക്കെല്ലാം അടക്കുന്നത്. അപ്പൊ മനസ്സിലാക്കല്ല എത്രത്തോളം ദുരിതമുണ്ട് ഈ ഗേറ്റിന്റെ മുകളിൽ. അപ്പൊ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാവോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിയാലോചന യോഗ ഇപ്പൊ നടക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ബുർജ് ബിൽഡിംഗാണ് മീറ്റിംഗ് നടക്കുന്നത്. നമ്മളിവിടെ എത്തുമ്പോഴേക്ക് യോഗം തുടങ്ങിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാവ സാഹിബ് ഒരു വിശദീകരണ ആമുഖ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അതിന്റെ സ്കെച്ചും മാപ്പും അലൈൻമെന്റ് എല്ലാവിധ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ആളുകൾ തിങ്ങിക്കൂടിയ വളരെ പ്രൗഢ സദസ്സായിരുന്നു. വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത ഒരു സദസ്സ് കൂടിയായിരുന്നു. ബാവ സാഹിബിന്റെ പ്രസംഗത്തിൽ വളരെ വിശദമായ കണക്കുകളും രേഖകളും അത് വരാൻ കാലതാമസം എടുക്കുന്നതിനുള്ള കാരണങ്ങളും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്രക്കാണ് ആൾക്കാരെ സംഘടിപ്പിക്കാൻ കാരണക്കാരായ ശബ്ദം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആ പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ സംസാരിച്ച് ഉറപ്പുകൊടുത്ത വിഷയമായിരുന്നത്. നമ്മുടെ നാട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ MP-യും MLA-യും പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം വേറെ വേറെ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരായതുകൊണ്ട് ആർക്കും ആരെയും പഴിചാരാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. ഏതായാലും സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും പറഞ്ഞ ഒരേ ഒരു വാക്ക് ഉറപ്പ് തന്നെയാണ് വരും എന്നുള്ള കാര്യത്തിൽ. പക്ഷെങ്കിൽ ആ ഉറപ്പ് കുറിപ്പിന്റെ ഉറപ്പല്ലാത്ത രീതിയിൽ നാടിന്റെ നന്മക്കും വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിലാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും ഇന്നത്തെ കൂടിയാലോചന യോഗം ആളെ കൊണ്ട് വളരെ വലിയ വിജയം തന്നെയായിരുന്നു. ആ വിജയം പ്രവർത്തനത്തിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അധികം കാലതാമസമൊന്നും ഇല്ലാതെ ഒരു പാലം വരുന്നില്ല ദീർഘവിശ്വാസത്തിൽ നമ്മളവിടുന്ന് വിട്ടു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും പാക്കലാം. ബൈ ബൈ.